സുഖീസ് നമ്മൾ വിളിച്ചു പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ലെ 11ാമത്തെ എപ്പിസോഡാണ്. സുഖീസ് ഇതിൽ മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിലേക്ക് കൊടുത്തിരിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സുഖീസ് എനിക്ക് പനിയാണ്, സോ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൻ്റെ പ്രോബ്ലംസ് കാണും. സുഖീസ് അപ്പം നേരെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകും. സുഖീസ് എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് ഇച്ചിഗോൻ്റെ ഫ്രണ്ട്സും ഇച്ചിഗോയും നമ്മുടെ സ്കൂൾ ഓഫീസിൽ നിൽക്കുന്ന ദിവസം TV ഷോയിൽ കിടന്ന് കാണിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചത്. ആ TV ഷോയിൻ്റെ ആയത്തിൽ നമ്മുടെ ഇച്ചിഗോനെയും റൂക്കിനെയും TV-ക്കകത്തിൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂലം ഈ സ്കൂളിലെ മാനം പോയെന്ന് പറഞ്ഞിട്ട് ടീച്ചറൊക്കെ ഇച്ചിഗോനെ അടിക്കാനൊക്കെ പോകുന്നു. അങ്ങനെ നമ്മുടെ താട്സുക്കി ഒറിഹിമയും ഞങ്ങൾ രണ്ടുപേരും അറിയാതാണ് TV ഷോയ്ക്കകത്തിൽ വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു. അവരുടെ കൂടെ ബാക്കിയുള്ളവരും ചാടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സാർ അവരെ കയറി. അതേസമയം തന്നെ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഒരു കള്ളക്കരച്ചിലൂടെ ഞാനാണ് ഇതിനെ എല്ലാത്തിലും കുറ്റവാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയുക. ഇതൊക്കെ കണ്ട് വിഷവും വന്ന ആ സാറാണെങ്കിൽ നമ്മുടെ റൂക്കിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോയും ഫ്രണ്ട്സും ആ ഓഫീസിൽ നിന്ന് ചാടുന്നു. അതേസമയം തന്നെ നമ്മുടെ റൂക്കി അവിടെ നിന്ന് മുങ്ങിയെന്ന് ആ സാറ് കാണും. എന്തിനു വേണ്ടിയാണ് വെറുതെ ആ കുട്ടികളെ TV-യിൽ കാണിച്ചെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യമൊന്നും ആർക്കും മനസ്സിലാവത്തെന്ന് പറഞ്ഞ് ആ സാർ അവിടെ കിടന്ന കാര്യം ഇച്ചിഗോനെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടി റൂക്കിയെ സഹായിച്ചത് കൊണ്ട് തന്നെ റൂക്കിയോട് അവരെല്ലാവരും താങ്ക് യു പറയും. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റൂക്കിയുടെ ഡിവൈസിൽ ഒരു ഹോളോനെ കാണുന്നത്. എല്ലാവരോടും സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് കണ്ടിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്ന ഇച്ചിഗോയുടെ ഫ്രണ്ട്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഞെട്ടും. റൂക്കി ഇച്ചിഗോയും തമ്മിൽ ലവ് ആണോ എന്ന് നമ്മുടെ ഒറിഹിമി ചോദിച്ചു. ഇച്ചിഗോന്റെ ഒരു കൂട്ടുകാരൻ പറയുകയാണ് എന്താണേലും അവർ നമ്മിൽ നിന്ന് എന്തോ ഒളിക്കും. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന വഴിയിൽ മുകളിൽ നിന്ന് ആരോ നോക്കുന്നത് പോലെ നമ്മുടെ സാധോയ്ക്ക് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെ റൂക്കിനെയാണ്. ഹോളോനെ അന്വേഷിച്ചു പോയപ്പോൾ അവരൊരു സ്പിരിറ്റിനെയാണ്. ആ മിഷന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് നമ്മുടെ ഇച്ചിഗോ, പക്ഷേ എന്നെ ഈ മിഷൻ അത് കാണിച്ചതാണ് ഇവിടെ ഹോളോ ഉണ്ട്. ശേഷം ആ റൂക്കിയ വന്നിട്ട് ആ സ്പിരിറ്റിനോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഹോളോനെ ആരെങ്കിലും നശിപ്പിക്കുന്നതായിട്ട് നീ കണ്ടോ. എന്നാൽ ആ ഹോളോനെ കണ്ടിട്ട് പേടിച്ചിരുന്ന സ്പിരിറ്റ് ഏതോ ഒരു വലിയ ജീവി എന്നെ കൊല്ലാൻ, എന്നാൽ അതിനെ നശിപ്പിച്ചാലേ ഞാൻ കണ്ടില്ലെന്നോ ആ സ്പിരിറ്റ്. അതിനുശേഷം നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ സ്പിരിറ്റിനെ നേരെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയെ റൂക്കിയെ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് നിന്ന് വേറൊരാൾ നിൽക്കുന്ന നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കും. പിന്നീട് സ്കൂളിലെ റിസൾട്ട് വരുന്ന എക്സാം എല്ലാവരുടെ മാർക്കൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും നോട്ടീസ് ബോർഡിന്റെ അടുത്ത് കൂട്ടം കൂടി നിൽക്കുക. 3ാം സ്ഥാനം കിട്ടിയത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും അങ്ങനെ ഇച്ചിഗോന്റെ ഫ്രണ്ട്സ് മാർക്ക് നോക്കുന്ന സമയത്ത് 23ാം സ്ഥാനത്ത് ഇച്ചിഗോന്റെ ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി. ശേഷം അവനൊരു പഠിപ്പിയാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളോട് കൂട്ടം കൂടണ്ടെന്നും പകരമായിട്ട് സാധോനെ അവർ കൂടെ കൂട്ടുന്നു. പിന്നീട് ഒന്നും കൂടെ എക്സാം ബോർഡിലോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ സാധോന്റെ സ്ഥാനം 11ാമതാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകും. അപ്പൊ നമ്മുടെ ഇച്ചിഗോ 1ാം സ്ഥാനത്ത് ആരാന്ന് പറഞ്ഞ് നോക്കുന്ന സമയം ഇഷിത എന്ന് പറഞ്ഞ് ഏതോ ഒരു കുട്ടി നമ്മുടെ ഇച്ചിഗോയ്ക്ക് അത് ആരാണെന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മുടെ റൂക്കി ആണെങ്കിൽ അവളുടെ സോൾ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഉറഹറയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അയാൾ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഒരു ഹോളോന്റെ സെൻസ് കിട്ടിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ റൂക്കി ആ ഹോളോനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവർ പോകുന്ന വരിക്ക് തന്നെ എതിരെ വന്ന ഒരാളുമായിട്ട് നമ്മുടെ ഇച്ചിഗോ കൂട്ടിമുട്ടും. എന്നാൽ പിന്നെയും അവരവിടെ ചെന്നപ്പോൾ അവർക്ക് ഹോളോനെ കാണാൻ വേണ്ടി സാധിച്ചു. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ് ആ സോൾ ഫോൺ ആരുടെയെങ്കിലും കൈ കൊടുത്തതെന്ന്. ശരിയാണ്. നമ്മുടെ ഇച്ചിഗോ തിരിച്ചവന്റെ ബോഡിയിലേക്ക് കയറിയായിരുന്നു. പുറകിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത് നോക്കുന്ന സമയത്ത് അയാൾ നിങ്ങൾക്ക് സ്പിരിറ്റിനെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് ഇവിടെ ഒരു ഹോളോന്റെ പ്രസൻസ് കിട്ടുന്നുണ്ടെന്ന് അയാൾ പറയുക. അതേ സമയത്ത് തന്നെ അവരുടെ ഫോണിൽ നിന്നും കാണിക്കും. എവിടെ നിന്നാണെന്ന് നമ്മുടെ ഇച്ചിഗോ റൂക്കിയോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അപ്പുറത്ത് നിന്ന ആളാണെങ്കിൽ കൈ ചൂണ്ടി അവിടെ നിന്നാണെന്ന് കാണിക്കും. കയ്യിൽ എന്തോ ഒരു കുരിശ് പോലത്തെ ഒരു സാധനം അവര് ഒരു സോൾ റിപ്പറിന് വേണ്ടിയ ബേസിക് ആയിട്ടുള്ള സാധനം പോലും നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഇച്ചിഗോനെ കളിയാക്കി. അതേസമയം തന്നെ എന്തോ ഒരു പവർ യൂസ് ചെയ്തിട്ട് അങ്ങേരെ ഒരു വില്ലുണ്ടാക്കുകയും ആ അമ്പ് യൂസ് ചെയ്തിട്ട് ആ ഹോളോനെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുകയും. ശരിക്കും നീ ആരാണെന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിച്ചപ്പോൾ എൻ്റെ പേര് ഉരു ഇഷിത എന്ന ഞാനൊരു കുൻസിയാണ്, കൂടാതെ ഞാനൊരു സോൾ റിപ്പറിന്റെ ശത്രുവും കൂടെ. ഇച്ചിഗോ തന്റെ ശത്രുവാണെന്നും അയാൾ പിന്നീട് അടുത്ത ദിവസം പോകുമ്പോൾ നമ്മുടെ ഇച്ചിഗോയുടെ ചിന്തയെന്ന് പറഞ്ഞാൽ തലേന്ന് കണ്ട ക്വിൻസിനെ കുറിച്ച് അവൻ കളിയാക്കിയത് കൊണ്ട് തന്നെ ഇച്ചിഗോയ്ക്ക് ഒരുപാട് തന്നെ ആലോചിക്കാൻ നേരത്ത് അവനെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ ഇച്ചിഗോ അവൻ പറഞ്ഞ പേരെന്തുവാണെന്ന് നമ്മുടെ ഇച്ചിഗോയ്ക്ക് പേരങ്ങ് ഓർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് പേരെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് ഉരു എന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് ഒരു ഇഷിതയെ കുറിച്ചാണോ നീ പറയുന്നത് നമ്മുടെ ഓർഹിമി അത് തന്നെയെന്ന് നമ്മുടെ ഇച്ചിഗോ പറഞ്ഞിട്ട് അവളുടെ കൂടെ അവനെ കാണാൻ വേണ്ടി പോകും. നമ്മുടെ ഇച്ചിഗോയെ ഇഷിതയെ കാണിച്ചു. മാത്രമല്ല അവൻ ഹാൻഡിക്രാഫ്റ്റ് ക്ലബിലുണ്ടെന്നും നമ്മുടെ ഓർഹിമി ഇച്ചിഗോനോട്. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി പോയ ഒരു പാവയുടെ കൈ ആണെങ്കിൽ അവനെ ശരിയാക്കാൻ വേണ്ടി ഇച്ചിഗോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓർഹിമി ഇപ്പൊ അവൻ ചെയ്യുന്ന കാര്യം നീ നോക്കാൻ വേണ്ടി പറയുന്ന. അതേ സമയം തന്നെ നമ്മുടെ അവനാണെങ്കിൽ ആ പാവ എടുത്തിട്ട് മുകളിലോട്ട് എറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നൂലിൽ സൂചി എടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വളരെയധികം സ്റ്റൈലിഷ് ആയിട്ട് ആ കൈ ആണെങ്കിൽ അവൾക്ക് അതിനുശേഷം നമ്മുടെ ഇഷിതയാണെങ്കിൽ
അവൻ്റെ വായന. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവനൊരു വിയേർഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉറങ്ങി ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷിത വീട്ടിൽ പോകുന്ന സമയത്ത് ഇഷിതേനെ ഇച്ചിഗോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോനോട് എപ്പോൾ മുതലാണ് നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് നമ്മുടെ ഇച്ചിഗോ ചോദിച്ചു. നീ ക്ലാസ്സിൽ വന്നിട്ട് ഡോറിന്റെ സൈഡിൽ നിന്ന് ഒളിഞ്ഞ് നോക്കിയ സമയം മുതൽ ഞാൻ നിന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടായിരുന്നെന്ന് നമ്മുടെ ഇച്ചിഗോ ആണ് അവൻ പറഞ്ഞു. വളരെയധികം മിടുക്കനാണല്ലോ എന്ന് നമ്മുടെ ഇച്ചിഗോ അവനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയുകയാണ്, നിന്റെ സ്പിരിച്വൽ എനർജി നിനക്ക് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു കുരങ്ങിന് പോലും നിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല നിനക്ക് ഹോളോസിനെ പോലും സ്പിരിച്വൽ എനർജി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെന്ന്. കാരണം അത് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നിനക്ക് എന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് അവൻ ഇച്ചിഗോ ഞാൻ പണ്ട് മുതലേ ആരെങ്കിലും കണ്ടാൽ പിന്നെ അയാളെ ഓർത്തിരിക്കത്തില്ലെന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, പിന്നീട് നീ സ്കൂളിൽ ചേർന്ന സമയത്ത് തന്നെ നിന്റെ ഉള്ളിലെ സ്പിരിച്വൽ എനർജി എനിക്ക് മനസ്സിലായിരുന്നു. അതിനുശേഷം നമ്മുടെ റൂക്കിയുമായിട്ടുള്ള സംഭവം നീ സോൾ റിപ്പർ ആയതും പിന്നെ റൂക്കിയുടെ ട്രൂ ഐഡന്റിറ്റി എനിക്ക് അറിയാം. ഇച്ചിഗോ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിത സ്പിരിറ്റ് റിബൺ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് സ്പിരിറ്റ് റിബൺസ് ആണ് അറ്റ്മോസ്ഫിയർ എനർജിയുടെ കംപ്രഷൻ. മാത്രമല്ല അവൻ വളരെ വേഗത്തിൽ നമ്മുടെ ഇച്ചിഗോനെ എടുത്തു വന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ റിബണിലും മാത്രമല്ല ഒരു സോൾ റിപ്പറിന്റെ റിബണിന്റെ കളർ വളരെയധികം വ്യത്യാസമാണെന്നും അവൻ കണ്ടിട്ട് വളരെയധികം ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിത ചോദിക്കുകയാണ്, നമുക്കൊരു സോൾ റിപ്പറിന്റെ ഫൈറ്റിലൂടെ സോൾ റിപ്പർ ഈ ലോകത്തിന് ആവശ്യമില്ലെന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു തരാമെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഉരഹര ഷോപ്പിലാണെങ്കിൽ നമ്മുടെ ഉരുവിനോട് നമ്മുടെ ജിന്നെ ആണെങ്കിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, മുറ്റം വൃത്തിയാക്കി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഇസായി വന്നിട്ട് അവനെ കയറി പിടിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് നമ്മുടെ റൂക്കിയ വിചാരിച്ച് അവനെ ആക്രമിക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഇസായിനെ നമ്മുടെ കാല് വേദന എടുത്തിരിക്കുന്ന റൂക്കിയനെ. ശേഷം ഉരഹരയെ കണ്ട റൂക്കി അടിക്കില്ല, അവളുടെ ഫോൺ എടുത്തിട്ട് അയാളുടെ മുഖത്ത് നോക്കി എത്ര തവണ തന്നെ വിളിച്ച് തനിക്ക് എന്താ ഒന്ന് ഫോൺ എടുത്താലെന്ന് നമ്മുടെ റൂക്കിയ അയാളോട് ചോദിക്കും. ഉരഹര ഇവിടെ കുറച്ച് തിരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയാൾ റൂക്കിയോട് പറയും. റൂക്കി അയാളോട് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇഷിതയുടെ ഡീലാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ നിരസിക്കുന്നു. താൻ എന്തിനു വേണ്ടിയാണ് വെറുതെ സമയം കളയുന്നത്, സോൾ റിപ്പറിനോട് പകയുണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് പോകാൻ വേണ്ടി. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, ഇപ്പോഴാണ് ഞാനൊരു കാര്യം, റൂക്കിയുടെ കയ്യിൽ നിന്നാണ് സോൾ റിപ്പർ പവർ ആലോചിച്ചത്. വെറുതെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോൾ റിപ്പർ അവരുടെ അനുവാദമില്ലാതെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയത്തില്ലായിരിക്കും അല്ലേ എന്നാണ് കേട്ട് ഇച്ചിഗോയ്ക്ക് വളരെയധികം. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഉരഹരനോട് റൂക്കിയ ക്വിൻസിനെ കുറിച്ച് ചോദിക്കും. ഞാൻ ഈ പേര് കേട്ടിട്ട് ഒരുപാടധികം 200 വർഷം മുമ്പാണ് ഞാൻ ഈ പേര് അവസാനമായിട്ട് കേട്ടെന്നും നമ്മുടെ ഉരഹര മാത്രമല്ല നമ്മുടെ ഉരഹരയാണെങ്കിൽ ക്വിൻസിനെ കുറിച്ചുള്ള കാര്യവും നമ്മുടെ റൂക്കിയോട് പറയും. പണ്ട് ഈ ലോകത്തിനെ തന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലാൻ ആയിരുന്നു ക്വിൻസി. എന്നാൽ 200 വർഷം മുമ്പ് തന്നെ അവരുടെ ക്ലാൻ ആണെങ്കിലും മുഴുവനായിട്ട് ഇച്ചിഗോനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഹോളോസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തേ മനുഷ്യരെല്ലാം കൂടെ കൂടിയാണ് ക്വിൻസി എന്ന് പറഞ്ഞ ഒരു ക്ലാൻ ഉണ്ടായത്. സോൾ റിപ്പറിനെ പോലെ തന്നെ അവരുടെ ജോലിയും ഹോളോസിനെ നശിപ്പിക്കണമെന്നുള്ളതാണ്. അവർ ഹോളോനെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് അവരുടെ വ്യത്യാസം. നമ്മുടെ സോൾ റിപ്പേഴ്സ് ചെയ്യുന്നത് സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഹോളോസിന്റെ അകത്തുള്ള സ്പിരിറ്റിനെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുക. എന്നാൽ ക്വിൻസീസ് ചെയ്യുന്നത് നമ്മുടെ ഹോളോനെ മൊത്തത്തിൽ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. എന്നാൽ അവരുടെ വശത്ത് നിന്ന് ആലോചിക്കാൻ നേരത്ത് മനുഷ്യരെ ആക്രമിക്കുന്ന ഹോളോസിനെ എന്തിനാണ് വെറുതെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുക? അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് ഹോളോസിനെ ഇല്ലാതാക്കുക എന്നുള്ള. അവരിത് ചെയ്തുകൊണ്ടിരുന്നത് തന്റെ മരിച്ചുപോയ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ക്ലാൻ മുഴുവനായിട്ടും തന്നെ. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഇച്ചിഗോയും ഇഷിതയും സംസാരിച്ചു. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോണിന്റെ വായിൽ നിന്ന് പില്ലെടുത്ത് വിഴുങ്ങുകയാണ് നമ്മുടെ ഇച്ചിഗോ. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇഷിതയുമായിട്ട് ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്നു. എന്താണ് ഫൈറ്റ് എന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഒന്ന് ചിരിക്കുന്നു. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗീസ് വൈകിട്ട് വന്നിട്ട് ഒരു വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. സോ ഗീസ് എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്ക്. സോ ഗീസ് നമ്മുടെ ചാനൽ 2K അടിക്കാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മാത്രം മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ ഗീസ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.